അപ്പോൾ ഹംഗ്രി ഫോട്ടോഗ്രാഫറിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഫോട്ടോ, അതുപോലത്തെ ഫോട്ടോസ് എങ്ങനെ ഈസി ആയിട്ട് നിങ്ങളുടെ ക്യാമറയോ മൊബൈലോ വെച്ച് എങ്ങനെ എടുക്കാം എന്നാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ലൈറ്റ് പെയിൻറ്റിങ് ഫോട്ടോയാണ്, അഥവാ ലോങ് എക്സ്പോഷർ ഫോട്ടോ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. സോ എങ്ങനെയാണ് ഇങ്ങനൊരു ഫോട്ടോ എടുക്കുക എന്ന് കാണാം. ഇന്നത്തെ നമ്മുടെ വീഡിയോൻ്റെ കുറച്ച് ബേസിക് ടെക്നിക്കൽ ടിപ്സാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് ക്യാമറയിൽ ഒരു സെൻസർ ഉണ്ട്, അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഷട്ടർ ഉണ്ട്. എത്ര നേരം ലൈറ്റ് ഈ സെൻസറുമായിട്ട് എക്സ്പോസ്ഡ് ആയി നിൽക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ഷട്ടർ മച്ചാനാണ്. സോ ആ ഷട്ടർ എത്ര നേരം നമ്മൾ ഓപ്പൺ ചെയ്ത് വെക്കുന്നു അത്രയും നേരം സെൻസറിലേക്ക് ലൈറ്റ് വീണുകൊണ്ടിരിക്കും. സോ കൂടുതൽ ലൈറ്റ് വരികയാണെങ്കിൽ ബ്രൈറ്റ് ഇമേജ് ആവും, കുറച്ച് ലൈറ്റ് വരുന്നുള്ള വെച്ചെങ്കിൽ അണ്ടർ എക്സ്പോസ്ഡ് ഇമേജ് ആവും, അതായത് ബ്രൈറ്റ്നസ് കുറഞ്ഞ ഒരു ഇമേജ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇന്നത്തെ നമ്മുടെ ട്രിക്കിനായിട്ട് നമ്മൾ ഒരു ലോങ് എക്സ്പോഷർ ഷോട്ടാണ് എടുക്കുന്നത്, അതായത് കുറേ നേരം ഷട്ടർ ഓപ്പൺ ചെയ്ത് വയ്ക്കും. അപ്പോൾ നമ്മുടെ സെൻസറുമൊക്കെ ആ ലൈറ്റ് കുറേ നേരം വന്നുകൊണ്ടിരിക്കും. സോ ആ ഒരു ഡ്യൂറേഷനിലുള്ള എല്ലാ ലൈറ്റും ആ സെൻസർ ക്യാപ്ചർ ചെയ്യും. അങ്ങനെയാണ് ഇന്ന് നമ്മൾ ഫോട്ടോ എടുക്കാൻ പോകുന്നത്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു ടെക്നിക്കൽ ആസ്പെക്റ്റാണ് ഞാൻ പറയുന്നത്. സോ നമുക്ക് ഫോട്ടോ എടുക്കാം. നമ്മളൊരു ലോങ് എക്സ്പോഷർ ഷോട്ടാണ് എടുക്കാൻ പോകുന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ ക്യാമറ ട്രൈപോഡിൽ മൗണ്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഞാനൊരു റിഫ്ലക്റ്റീവ് ആയ സർഫസാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ലൈറ്റ്സ് കൊടുക്കുമ്പോൾ ഇത് കൂടുതലൊരു പഞ്ചിനെസ് കിട്ടും. എൻ്റെ ഒബ്ജക്റ്റായിട്ട് ഒരു 85mm ലെൻസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ക്യാമറ സെറ്റിങ്സിലോട്ട് വരുമ്പോൾ ഞാൻ 4 seconds ആണ് എൻ്റെ ഷട്ടർ സ്പീഡ് കൊടുത്തിരിക്കുന്നത്. ISO ഏറ്റവും മിനിമവും അപ്പർച്ചർ വാല്യൂ നമ്മുടെ ഇമേജിൻ്റെ ബ്രൈറ്റ്നസ് അനുസരിച്ചിട്ടാണ് ചേഞ്ച് ചെയ്യുന്നത്. ഇത്തരത്തിൽ ക്യാമറ സെറ്റ് ചെയ്തതിന് ശേഷം ചുറ്റുമുള്ള ലൈറ്റ് ഓഫ് ചെയ്യുക. അതിനുശേഷം ലൈറ്റ് സോഴ്സ് പുറത്തെടുക്കുക. ഇവിടെ ഞാൻ 2 LED ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഷട്ടർ ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം ഈ ഒരു 2 LED ഞങ്ങളുടെ ഒബ്ജക്റ്റിന് ചുറ്റും ഇതുപോലെ റൗണ്ട് ചെയ്ത് കൊടുക്കുക. ആ ഒരു സമയത്ത് നമ്മൾ ഈ ലൈറ്റ് കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള പാറ്റേൺ വരച്ചു കൊടുത്താൽ ആ പാറ്റേൺ നമ്മുടെ ക്യാമറ റെക്കോർഡ് ചെയ്യപ്പെടും. അങ്ങനെ എടുത്തൊരു ഫോട്ടോയാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ 5 സെക്കൻഡിൽ നിങ്ങളുടെ സെൻസറിന് ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു ലൈറ്റ് സോഴ്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കുട്ടി ട്രിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഏറ്റവും ബേസിക് ആയിട്ടുള്ള നിങ്ങളുടെ ക്യാമറയിൽ വരെ ഈസി ആയിട്ട് ഒരു കിടിലൻ ഫോട്ടോ ഇങ്ങനെ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. മാനുവൽ അല്ലെങ്കിൽ പ്രോ മോഡ്സ് അവൈലബിൾ ആയിട്ടുള്ള മൊബൈൽ ഫോണുകളിൽ നിങ്ങൾക്ക് ഈ ഒരു സെയിം ഫോട്ടോ എടുക്കാം. ഈ ഒരു സെയിം ട്രിക്ക് തന്നെയാണ് അതിലും യൂസ് ചെയ്യുന്നത്. അതിൽ നിങ്ങളുടെ ഷട്ടർ സ്പീഡിൻ്റെ വാല്യൂ 4 അല്ലെങ്കിൽ 8 അല്ലെങ്കിൽ 5 എന്നിവ കൊടുത്ത് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വഴി നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. സോ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്, ദ ഹംഗ്രി ഫോട്ടോഗ്രാഫർ, ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ, ലൈക്ക്, കമൻറ്റ്